മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഡൽഹിയിലെത്തിക്കും. എത്തിയാൽ ഉടൻ റാണയെ NIA അറസ്റ്റ് ചെയ്യും. ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ NIA കേസുകൾ കേൾക്കുന്ന ജഡ്ജിക്ക് മുൻപാകെയാണ് റാണയെ ഹാജരാക്കുക. സുരക്ഷാ കാരണങ്ങളാൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാവും കോടതി നടപടികൾ. ബി ബാലഗോപാലിലേക്ക് പോകാം. ബാലു, എപ്പോഴായിരിക്കും പ്രതിയെ ഡൽഹിയിലേക്ക് എത്തിക്കുക? എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ? ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറെ നാളത്തെ നീക്കങ്ങളുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട പ്രതിയെ വിട്ടുകിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം ഇനി പാർപ്പിക്കുക, ജയിൽ സംബന്ധിച്ചും വിചാരണ നടപടികൾ എത്രത്തോളം ഗൗരവത്തോടി പ്രത്യേകിച്ച് സുരക്ഷയോടുകൂടിയായിരിക്കും മുന്നോട്ട് പോകാം? നടപടിക്രമങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച ശേഷം എന്തൊക്കെ നീക്കം, NIAയുടെയൊക്കെ തന്നെ ഇനിയുള്ള നീക്കങ്ങൾ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ തഹാവൂർ റാണയെ ഇന്ന് ഡൽഹിയിൽ എത്തിക്കുന്നതായിരിക്കും. പക്ഷേ എപ്പോൾ എത്തിക്കുമെന്നതിനെ സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഡൽഹിയിലെ NIA ആസ്ഥാനം, അതുപോലെ തന്നെ വിമാനത്താവളം, ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതി എന്നിവിടങ്ങളിലൊക്കെ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും തികച്ചും രഹസ്യാത്മകമായാണ് അന്വേഷണ ഏജൻസികൾ ഈ തഹാവൂർ റാണയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. NIAയുടെ 3 ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ 3 ഉദ്യോഗസ്ഥരും, അങ്ങനെ 6 പേരാണ് തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന വിമാനത്തിൽ ഒപ്പമുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ എത്തിയാൽ ഉടൻ തന്നെ NIA ഔദ്യോഗികമായി തന്നെ തഹാവൂർ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർന്ന് ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. അതായത് പട്യാല ഹൗസ് കോടതിയിലാണ് NIAയുമായി ബന്ധപ്പെട്ട കേസുകൾ കേൾക്കുന്നത്. ഈ സുരക്ഷാ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ നേരിട്ടുള്ള ഒരു ഹാജരാക്കൽ ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് NIAയുടെ ആസ്ഥാനത്ത് എത്തിക്കുകയും അവിടെ നിന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഈ റാണയെ ഈ കോടതി നടപടികളിൽ പങ്കെടുപ്പിക്കുമെന്നുമാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് തഹാവൂർ റാണയെ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ തീഹാർ ജയിലിലേക്ക് അയക്കുമെന്നാണ് പറയപ്പെടുന്നത്. തീഹാർ ജയിലിലെ 2ാം നമ്പർ ജയിലിൽ ആണ് ഈ തീഹാറിലെ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സെല്ല്. അവിടെ തഹാവൂർ റാണയെ അങ്ങോട്ടേക്ക് മാറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ത്രിതല സുരക്ഷാ സംവിധാനമാണ് തീഹാറിലെ 2ാം നമ്പർ ജയിലിൽ നിലവിലുള്ളത്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ അവിടേക്ക് തഹാവൂർ റാണയെ മാറ്റുമെന്നാണ് പറയപ്പെടുന്നത്. തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ 2 സ്ഥലങ്ങളിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നുകിൽ NIA ആസ്ഥാനം, അല്ല എങ്കിൽ തീഹാർ ജയിലിലെ 2ാം നമ്പർ സെല്ല്. ഈ 2 ഇടങ്ങളിൽ നടക്കുന്ന ചില രാഷ്ട്രീയ ചലനങ്ങൾ കൂടിയുണ്ടല്ലോ. ഇന്നലെ ഇപ്പോൾ അമിത്ഷാ എക്സിൽ കുറിച്ചത്, ഈ കാലം അത്രയും ഇന്ത്യ ഭരിച്ചവർക്കൊന്നും ആ ആക്രമണം നടന്ന സമയത്ത് അധികാരത്തിലിരുന്നവർക്ക് പോലും റാണയെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇത് മോദി സർക്കാരിന്റെ നയതന്ത്ര വിജയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ ഏറെക്കാലത്തെ നയതന്ത്ര ആവശ്യങ്ങൾക്ക് ശേഷം ആണ് ഈ ഇന്ത്യക്ക് വിട്ടു നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പോലും തള്ളിക്കൊണ്ടാണ് അമേരിക്കൻ കോടതി അനുമതി നൽകിയത്. റാണ എത്തുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ നാടിനത് പ്രധാനമാണ്? തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയുടെ വിചാരണ പ്രക്രിയയിൽ വിചാരണ സംവിധാനങ്ങൾക്ക് മുന്നിൽ, അതായത് കോടതിക്ക് മുന്നിൽ റാണയെ ഹാജരാക്കുകയും ചെയ്യുക എന്നത്. 2019 മുതൽ നയതന്ത്ര തലത്തിൽ റാണയെ കൊണ്ടുവരുന്നതിനുള്ള നിരവധി നടപടികളായിരുന്നു ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. അത് നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അവിടുത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. നീണ്ട കാലത്തെ നിയമയുദ്ധം അമേരിക്കയിൽ നടന്നിരുന്നു. റാണയ്ക്ക് ജയിലിലായിരുന്നുവെങ്കിൽ കൂടിയും പാകിസ്ഥാൻ ചാരസംഘടന ISIയുടെ എല്ലാ പിന്തുണയും അമേരിക്കയിലെ നിയമ നടപടികളിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ ഒരേ കുറ്റത്തിന് 2 തവണ തന്നെ തനിക്ക് കോടതിയിൽ, അതായത് അമേരിക്കൻ കോടതിയിലും അദ്ദേഹം നേരത്തെ ഈ വിചാരണ നടപടികളിൽ പങ്കെടുത്തിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വന്ന് അതേ കുറ്റത്തിന് വീണ്ടും വിചാരണ നടപടികളിൽ പങ്കെടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റാണ അവസാനവും ഈ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. കോടതിയിൽ ആ നടപടികൾ സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാന്റെ ചാരസംഘടനയുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു അത്തരം നടപടികൾ തഹാവൂർ റാണ സ്വീകരിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരിൽ ഒരാളായ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. തഹാവൂർ റാണ നേരത്തെ പാകിസ്ഥാൻ സൈന്യത്തിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം
ചെയ്യൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം സാധാരണ തീവ്രവാദികളോ ഭീകരരോ ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നതിൻ്റെ അത്ര എളുപ്പത്തിൽ തഹാവൂർ റാണയിൽ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണ് എന്നാണ് ഇന്ത്യൻ തീർച്ചയായും അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ബാലു അതീവ രഹസ്യമായി കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ എത്തിയ ശേഷം ഔദ്യോഗികമായിട്ടും ഇനി NIA അറസ്റ്റ് രേഖപ്പെടുത്തണം. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യണം. പിന്നീട് ബാലു പറഞ്ഞതുപോലെ തന്നെ വളരെ തന്ത്രശാലിയാണ് ഡേവിഡ് കോട്ട്മാൻ ഹെഡ്ലിഗം അടക്കം സഹായം ചെയ്തു കൊടുക്കുകയും അങ്ങനെ ഒരുപാട് ഇന്ത്യയെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണ കേസിലെ മരിച്ച അല്ലെങ്കിൽ ഇരകൾ സൈനികരുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിരുന്നു ഈ പറയുന്ന തഹാവൂർ റാണ. അപ്പോൾ എത്തുമ്പോൾ നേരത്തെ അമിത്ഷാ അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനൊക്കെ ഒരു രാഷ്ട്രീയമായ തലത്തിൽ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവകാശപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ആ ഇന്ത്യയിലേക്ക് എത്തിക്കുക. ഇത്രയും നാൾ ആ നീക്കം നടത്തി അത് പൂർണ്ണ വിജയമാകുമ്പോൾ അത് നയതന്ത്ര തലത്തിലൊക്കെ അവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളം രഹസ്യാത്മകമായിരിക്കും? അതീവ രഹസ്യമായിട്ടായിരിക്കും ഈ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നിലവിൽ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പൂർണ്ണമായും സുരക്ഷാ കമാൻഡോകൾ, അതായത് 7 കമാൻഡോകൾ വളഞ്ഞായിരിക്കും അദ്ദേഹത്തിന് ഈ സദാസമയവും ഈ കോടതി നടപടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ 7ഓളം കമാൻഡോകൾ എന്നോട് ഒപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും. തിഹാർ ജയിലിലും അതുപോലെ തന്നെ മുംബൈയിലെ ആദർ സെൻട്രൽ ജയിലിലും 2 സെല്ലുകളാണ് ഈ തഹാവൂർ റാണയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ തിഹാർ ജയിലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജയിൽ നമ്പർ 2ലാണ് തഹാവൂർ റാണയെ പാർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവിടെയാണ് ഏറ്റവും അധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നത്. ഒരു ഹൈ വാല്യൂ പ്രിസണറാണ് തഹാവൂർ റാണ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുരക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മുംബൈയിലാകട്ടെ അജ്മൽ കസബിനെ നേരത്തെ പാർപ്പിച്ചിരുന്ന ഈ ബാരക്കിൽ, അതായത് മുംബൈ സെൻട്രൽ പ്രിസണിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയിപ്പുകൾ ഒന്നുമില്ല എങ്കിലും എത്തുന്ന മുറയ്ക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. എന്തായാലും മുംബൈ ആക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിനം, നമ്മൾ കാത്തിരുന്ന ദിനം അല്ലെ? തീർച്ചയായും നമ്മുടെ നാടിനെ അപമാനിച്ച, നമ്മുടെ രാജ്യത്തെ വേദനിപ്പിച്ച ഒരാളെ ഇന്ത്യൻ നിയമ സംവിധാനത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന് പറയുന്നത്, നമ്മുടെ നിയമത്തോട് നമ്മുടെ ജനതയോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാക്കപ്പെടുക എന്ന് പറയുന്നത് പ്രധാനമാണ്.